ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇത് നമ്മുടെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ വയ്ക്കുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റുള്ളതാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സോയ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന സോയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ 2-3 മിനിറ്റ് തിളച്ച് കിട്ടണം. ഇപ്പോൾ നമ്മുടെ സോയ 2-3 മിനിറ്റോളം ഈ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് സ്ക്യൂസ് ചെയ്ത് മാറ്റി വെക്കണം. എല്ലാ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് നീളത്തിൽ കട്ട് ചെയ്ത ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്നിനി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സോയ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ സോയ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു. ഇനി നമ്മൾ ഇത് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലോട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.